ഇന്ന് ഞാനേ നല്ല ഹെൽത്തിയും കളർഫുള്ളും വെറൈറ്റി ടേസ്റ്റും ആയിട്ടുള്ള ഒരു പോളേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാനേ മൈദക്ക് പകരം കൈമ റൈസ് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി നല്ലതുപോലെ അരച്ചാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് നല്ല ഹെൽത്തിയും കളർഫുള്ളും ആക്കാൻ ഞാനിതിൽ പാലക്കും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആദ്യം ഫില്ലിങ് റെഡിയാക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചാലും മതിയാകും. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ലെമൺ ജ്യൂസ്, തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വേറൊരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ബൾബ് ചെറുതായി കട്ട് ചെയ്ത ഗാർലിക് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞതും കുറച്ച് മഷ്റൂംസ് കട്ട് ചെയ്തത്, ഒരു 200 ഗ്രാം മഷ്റൂംസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഹാഫ് കുക്കാവുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മഷ്റൂമിൻ്റെ മിക്സ് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് റെഡ്, ഗ്രീൻ, യെല്ലോ കളർ ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി പോളേൻ്റെ ബാറ്റർ റെഡിയാക്കാൻ 1 കപ്പ് കൈമ റൈസിൽ 1/2 കപ്പ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ ഒരു മുട്ട, ഒരു 1/4 കപ്പ് അവല്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ വലിയ ജീരകവും നമ്മൾ നേരത്തെ എടുത്തിരുന്ന പാലക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അതും കൂടി ചേർത്ത് ഇതിലേക്ക് ഒരു 1/2 സവാളയും കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ആ ബാറ്റർ ഒന്ന് ഒഴിച്ച് കവർ ചെയ്ത് ഒരു ലോ ഫ്ലെയിമിലൊന്ന് വെക്കാം കേട്ടോ. ഇനി ബാക്കി 1/2 കപ്പ് റൈസും കൂടി ചേർത്ത് അതിലേക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചിട്ട് അത് ചേർത്തിട്ടുണ്ട്. അതിലേക്കും ഒരു മുട്ടയും കൂടി ചേർത്ത് വലിയ ജീരകം, ഉപ്പ്, ഒരു ചെറിയ പീസ് സവാളയും ഒരു 1/4 കപ്പ് അവലും കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ആദ്യത്തെ ബാറ്ററിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഫില്ലിങ് ഒന്ന് കവറാകുന്ന വിധത്തിൽ സ്ലൈസ് ആയിട്ടുള്ള ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്യാരറ്റ് ചേർത്ത് അടിച്ചു വെച്ചിട്ടുള്ള ബാറ്റർ ഫുൾ കവറാകുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഫില്ലിങ്ങും കൂടി ഇല്ലേ, അത് ഇതിൻ്റെ മുകളിലേക്കാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം കവർ ചെയ്ത് ഒരു 3/4 മണിക്കൂർ ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ അടിയിൽ ഒരു നല്ല കട്ടിയുള്ള പാത്രം വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. താഴെ കുക്കായതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മുകൾ ഭാഗവും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ നല്ല കളർഫുള്ളും ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാകണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.